لأجرا غير ممنون وإنك لعلى خلق عظيم والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ദിവസം പാണക്കാട് വെച്ച് നടന്ന ഒരു കല്യാണത്തിലെ രാവിലെ ചില ദൃശ്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാൻ സാധിച്ചത്. വളരെ വലിയ സന്തോഷം തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങളും അതുപോലെ തന്നെ ആ വരൻ്റെ അതിമനോഹരമായ ഖിറാഅത്തും അത് മനസ്സിനെ ഹഠാത് ആകർഷിച്ചു. കാരണം ഞാനത് ഒരു പലതവണ കണ്ടു, ഒരു 4-5 തവണയെങ്കിലും കണ്ടിട്ടുണ്ടാവും, 2 വീഡിയോയിൽ. കാരണം എന്നെ അത് വളരെ സന്തോഷിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരു ഈമാനുള്ള ഒരു മുസ്ലിമായ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ചെറുപ്പത്തിലെ വിശുദ്ധ ഖുർആൻ പഠിച്ചാൽ, അത് കഴിഞ്ഞ് വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചാൽ, കിതാബൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിലുണ്ടാകുന്ന ആ ഒരു കഴിവ്, ആ ഒരു പാരായണത്തിൻ്റെ മികവ്, അത് എവിടെയും പ്രസക്തമാണ്. ആ ഖിറാഅത്തിൻ്റെ അർത്ഥം ചിന്തിക്കുമ്പോൾ, ആ ശൈലിയിൽ കേൾക്കുമ്പോൾ ശരിക്കും മനസ്സിലേക്ക് കൊള്ളുന്ന ഒരു ശൈലിയാണ്. വളരെ നന്നായിട്ടാണ് അദ്ദേഹം അത് പാരായണം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ വിവാഹവുമായി ബന്ധപ്പെട്ട് ധാരാളം വിമർശനങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ അതിലെ നന്മകൾ എടുത്തു പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇത് ഞാൻ പറയുമ്പോൾ പല ആളുകൾക്കും ഒരാളിത് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇതിനെ പുകയത്തുമ്പോൾ, അല്ലെങ്കിൽ ഇതെടുത്ത് പറയുമ്പോൾ അതിൽ ഇൻഫ്ലുവൻസ് ആവാൻ ഒരുപാട് ആളുകൾ അതിൽ ഇൻഫ്ലുവൻസ് ആവാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോകൾ പ്രചരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ എൻ്റെ കല്യാണത്തിനും ഇങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അത് നമ്മുടെ ദീനിനോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ്. നേരെ മറിച്ച് മോശമായ കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ എതിർക്കുകയും ചെയ്യണം നമ്മൾ. അപ്പോഴാണ് ആ പ്രതിബദ്ധത പൂർണ്ണമാകുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഇതിൽ നിന്നൊക്കെ തെറ്റായ കാര്യങ്ങൾ മാത്രം എടുത്ത് പ്രചരിപ്പിക്കുകയും ഈ നന്മകളെ കാണാതെ പോവുകയും ചെയ്യുന്ന ഒരു രീതി, അത് ശരിയല്ല. ഈ ഒരു മനോഹരമായിരിക്കുന്ന രംഗം, അത് കല്യാണത്തലേന്ന് പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ നടന്നത്, സത്യം പറയാൻ എന്നെ അത് വളരെയധികം സന്തോഷിപ്പിച്ചു. എനിക്ക് വളരെയധികം അതെൻ്റെ മനസ്സിലേക്ക് തട്ടിയ ഒരു സന്ദർഭമാണ്. പണവും പത്രാസും എല്ലാ സംവിധാനങ്ങളും എല്ലാം വരുമ്പോൾ പലരും ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് അതൊക്കെ നമ്മുടെ ഒരു ഇമേജിനെ ബാധിക്കുന്ന ഒരു ഷെയിമായിട്ട്, ഒരു മോശപ്പെട്ട കാര്യമായിട്ട് ഒക്കെ കണക്കാക്കുന്ന ആധുനിക യുഗത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതൊരു അഭിമാനമായിക്കൊണ്ട് തന്നെ ആ ഒരു ആത്മീയ ചൈതന്യം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി, അത് വളരെ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ നൽകുന്നൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം അത് വലിയ വലിയ ഒരു ഇൻഫ്ലുവൻസാണ് അതിലൂടെ ഉണ്ടായിത്തീരുന്നത്. നേരം മറിച്ചാകുമ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടായിത്തീരുക. അതുകൊണ്ട് നമ്മളതിലെ പോരായ്മകളും മറ്റൊന്നും പറയാവുന്നതിന് മുമ്പ് അതിലെ നന്മകൾ എടുത്ത് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ആളുകൾ അതിൽ ഇൻഫ്ലുവൻസ് ആവാൻ, ആകർഷിക്കപ്പെടാൻ, അതിൽ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം നല്ല കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കല്യാണ ആർഭാടങ്ങളും മറ്റുമൊക്കെ നമുക്ക് ഒരാളോ രണ്ടാളോ ഒന്നും നിയന്ത്രിച്ചാൽ നിൽക്കുന്ന ഒരു സാഹചര്യമല്ല നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കടന്നുകൂടിയിട്ടുള്ളത്. കല്യാണ ആർഭാടങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ഒരാൾക്കോ രണ്ടാൾക്കോ ഒന്നും ഒരു കുടുംബത്തിൽ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇന്നത് മാറിയിട്ടുണ്ട്. വാളെടുക്കുന്നവരൊക്കെ വെളിച്ചപ്പാട് എന്ന രീതിയിൽ, വരുന്നവരൊക്കെ ക്യാമറ എടുത്ത് ഈ ദൃശ്യങ്ങൾ പകർത്താൻ പറ്റാത്തതേത് പറ്റുന്നതേത് എന്ന് പോലും അറിയാത്ത ചില അവിവേകികളായ ആളുകൾ ചെയ്യുന്നതിന് ആ കല്യാണം നടത്തിയ ആളുകളും അതിൻ്റെ മുന്നിൽ നിന്ന ആളുകളും ആ കുടുംബവുമൊക്കെ ഉത്തരവാദികളായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതിവിടെ ഈ ഒരു സംഭവത്തിൽ മാത്രമല്ല, മറിച്ച് എല്ലായിടത്തും ഇത്
ഇന്ന് വ്യാപകമാണ്. എൻ്റെ ഒരു അനിയൻ്റെ കല്യാണത്തിന് തന്നെ എൻ്റെ ഒരു അനുഭവം പറയാം. അവൻ എന്നോട് ചോദിച്ചു, ഇക്ക ക്യാമറ ഏൽപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ക്യാമറ ഏൽപ്പിക്കുന്നതിന് കുഴപ്പമില്ല, മറിച്ച് ആ ക്യാമറ കൊണ്ട് വരുന്നവരെയും ചോറ് നിന്നവരെയും വരുന്ന അന്യ സ്ത്രീകളെയും ഒക്കെ ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഇപ്പോൾ തന്നെ അത് വേണ്ട. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് കാർക്കശ സ്വഭാവം, ഇത്തരം കാര്യങ്ങളൊക്കെ കാർക്കശ സ്വഭാവമുള്ള ഒരാൾ, ദീനിൻ്റെ കാര്യങ്ങളൊക്കെ കാർക്കശ സ്വഭാവം പുലർത്തുന്ന ഒരാൾ കുടുംബത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അയാളെ മാനിക്കാൻ കാണിക്കുന്ന ആ ഒരു മനസ്സിനെയും നമ്മൾ കാണണം. അതോടൊപ്പം തന്നെ ഈ കല്യാണ പെണ്ണിൻ്റെ വീട്ടിൽ സ്റ്റേജും പാട്ടും ഗാനമേളയും ഒക്കെ ഉണ്ട്. ആ സമയത്ത് എന്താ ചെയ്യാമെന്ന് അവൻ എന്നോട് ചോദിച്ചു. അങ്ങോട്ട് വരുമ്പോൾ അത് പറ്റുമോ? ഞാൻ പറഞ്ഞു, ഒരിക്കലും പറ്റില്ല, അതൊന്നും ഒരിക്കലും പറ്റില്ല, അത് അനുവദിക്കുന്ന കാര്യമല്ല. നിനക്ക് ആ സ്റ്റേജ് ആണെങ്കിൽ ഇരിക്കാം, അത് ഉപയോഗപ്പെടുത്താം, അല്ലാതെ അവിടെ പാട്ടും കൂത്തും ചെണ്ടമുട്ടും ഒന്നും പുതിയാപ്പിള പോകുന്ന സമയത്ത് ഒരിക്കലും പറ്റില്ല എന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു. ആ സമയത്ത് അവരത് ആക്സെപ്റ്റ് ചെയ്തു, ആ കുടുംബം അത് ആക്സെപ്റ്റ് ചെയ്തു. നമ്മൾ പോകുന്ന സമയത്ത് എല്ലാവരും ഒഴിവാക്കി. പരമാവധി നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. പിന്നെ ഒരാൾക്ക് രണ്ടാൾക്കൊന്നും, ഇതിപ്പോൾ ഞാൻ പറയുന്നത് അവർ കേൾക്കാൻ തയ്യാറാകുന്ന ഒരു അവസ്ഥ ആ കുടുംബത്തിൽ, നമ്മളെ കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടായത് കൊണ്ട് മാത്രം ഇത് സംഭവിച്ചതാണ്. നേരെ മറിച്ച് ചില കുടുംബങ്ങളിലൊന്നും അങ്ങനെ ആരെയും മെയിൻറ്റെയിൻ ചെയ്യില്ല. ഒരാൾ രണ്ടാൾ പറഞ്ഞാലൊന്നും കേൾക്കില്ല. അങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്ന കാരണവന്മാരുടെ കാലമൊക്കെ കഴിഞ്ഞു പോയി. അങ്ങനത്തെ കുടുംബങ്ങളാകുമ്പോൾ എന്തു ചെയ്യും? വരുന്നവരൊക്കെ ഒരു ബോധമില്ലാതെ പല റീലുകളെടുത്ത് പ്രദർശിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ ഈ കുടുംബമായിരിക്കും അതിൻ്റെ പഴി കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നടക്കുന്ന കല്യാണങ്ങൾ പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വലിയൊരു കല്യാണമാകുമ്പോൾ ആ ഒരുപാട് വിമർശനങ്ങൾ അതിൽ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ നല്ല കാര്യങ്ങൾ കണ്ടെത്തി അത് ജനങ്ങളിലേക്ക് എത്തിച്ച് അതിൽ ആളുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന വിധത്തിൽ അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വഴി. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ തെറ്റുകൾ കാണുമ്പോൾ അതിനെതിരെ മിണ്ടാതിരിക്കുകയോ പ്രതികരിക്കാതിരിക്കുകയോ ചെയ്യുന്നതും അപകടമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടറിഞ്ഞ് അതിൻ്റെയൊക്കെ എത്രത്തോളം അതിനോട് എങ്ങനെ സമീപിക്കണം, അതിൻ്റെയൊക്കെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മളത് കൈകാര്യം ചെയ്യേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.